എനിക്ക് വന്ന കമൻ്റ് കണ്ടത്, എന്നെ കണ്ടിട്ട് തന്നെ അവർക്ക് അറപ്പ് തോന്നുന്നു, പിന്നെ അവനാണ് കിടക്കേണ്ട സ്ഥാനത്ത് പട്ടി കിടക്കുന്നു, അങ്ങനെയൊക്കെയാണ് കമൻറ്റ് വരുന്നത്. ഇതുപോലൊരു ഷോർട്ട് വീഡിയോ ഇട്ട് ഞങ്ങളെ മക്കൾ ഞങ്ങളെ കൂടെ കിടക്കുന്നത്, അതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോക്ക് മാത്രമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. അത് എൻ്റെ മക്കളെ പറയണത് എനിക്ക് വിഷമമാണ്. അവരെ കുറിച്ച് ആര് എന്ത് പറയുന്നതും എനിക്ക് വിഷമമാണ്. കാരണം അവരെ നമ്മൾ വളർത്തുന്നത് ഒരു ഡോഗായിട്ടല്ല. അങ്ങനെ പറയാനേ എനിക്കിഷ്ടമല്ല. അങ്ങനെ പറയുന്നത് ഞാൻ ആരോടും പറയാറില്ലായിരുന്നു. എൻ്റെ മക്കളെന്ന് എല്ലാവരും പറയുള്ളൂ, 3 പേരും ശരി. ഇതുപോലെ അവരവരുടെ ഡാഡീൻ്റെ കൂടെ കിടക്കുന്നതിൽ മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ മക്കൾ ഞങ്ങൾ മരണം വരെ ഞങ്ങളെ കൂടെ ഇതുപോലെ തന്നെ കിടക്കുകയും ചെയ്യും. ഇതേ ചെല്ലപ്പൻ കണ്ടില്ല, ചെല്ലപ്പൻ്റെ അവൻ്റെ ഡാഡി ഇല്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. ഡാഡി ബാത്റൂം പോയി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ പുറത്തുണ്ടാവും. കിടക്കാൻ പോയിച്ചാൽ അവിടെ കിടക്കണം, തൊട്ടടുത്ത് പോയി കിടന്നുറങ്ങും. ജോലി ചെയ്യാന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ കസേരൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങും. പിന്നെ അവൻ്റെ അടുത്ത് ആരും പോകാൻ പാടില്ല, വേറെ ആരും. അങ്ങനെ മാത്രം സ്നേഹിക്കുന്ന മക്കളാണ് ഇവർ. തലയിൽ വെച്ചാൽ പേനായിരിക്കോ, തറയിൽ വെച്ചാൽ ഇരുമ്പായിരിക്കോ എന്നുള്ള രീതിയിലാണ് നമ്മൾ 3 പേരും വളർത്തുന്നത്. വേറെ ആരോടും നമ്മൾ ഒരു സഹായത്തിനും വന്നിട്ടില്ലതാണ്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് പറയുമ്പോൾ ഇതെൻ്റെ മക്കളെ പറഞ്ഞുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ഇടുന്നത്. അതെനിക്ക് വിഷമമായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇവിടെ. പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഗുണത്തൊന്നും കിട്ടുക, കാരണം അതപ്പോൾ ചാനൽ കുറച്ച് ഗ്രോത്ത് ആവുമല്ലോ. പിന്നെ ഞാൻ ഈ ചാനലിൽ വീഡിയോയിലെല്ലാം ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ മുന്നിൽ കുറച്ച് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഇടുന്നത്. എൻ്റെ മക്കളെ ഇട്ടുകൊണ്ട് എന്തെങ്കിലും ആ ചാനൽ ക്ലിക്കായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒറ്റ മെൻറ്റാലിറ്റിയിൽ ഇടുന്നതാട്ടോ ഞാനിതൊക്കെ. ഇതിന്നിപ്പോൾ നമുക്കിപ്പോൾ ഇതൊന്നും ഒരു വരുമാനമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ വാടക വീട്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ മക്കൾ എൻ്റെ ശമ്പളം കൊണ്ടാണ് എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കുന്നത്, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത്, അവർക്കുള്ള ഫുഡ് വാങ്ങിക്കുന്നത്, അവർക്കുള്ള ട്രീറ്റ് വാങ്ങണത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങൾ കൊണ്ട് മാത്രം ആരോട് ഇതുവരെ നമ്മൾ കഴിഞ്ഞിട്ടില്ല എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി അങ്ങനെ ഉണ്ടാവരുതെന്നാണ് പ്രാർത്ഥന. എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു 8 മക്കൾ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് തൊട്ടപ്പുറത്തുള്ള ഏതോ ഒരാൾ ചോറിൽ വിഷം വെച്ച് കൊടുത്താണ്. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് വിഷമമായി. കാരണം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കവരെ രക്ഷിക്കാൻ പറ്റിയെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വന്നതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എൻ്റെ മക്കളെ വെച്ച് നമ്മളിന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ ചിലപ്പോൾ ചാനൽ ക്ലിക്കായി കഴിഞ്ഞാൽ എന്തെങ്കിലും വരുമാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യണം. കാരണം എൻ്റെ മക്കൾ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഞാൻ അവരെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ കിടക്കുന്ന മക്കളും നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കുന്ന നേരത്തെ ഫുഡിനായിട്ട് വന്ന് കിടക്കുന്ന മക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇതാ കണ്ട, ഈ കിടക്കണേനാണ് ആൾക്കാർ പറഞ്ഞത്. എന്താണ് മറ്റുള്ളവർക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കറിഞ്ഞൂടെ. എൻ്റെ മക്കൾ കിടക്കുന്നത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറപ്പ് തോന്നാൻ കാരണം? എന്ത് പാവം പെട്ട കുട്ടികളായിട്ടാണ് കിടക്കുന്നത് കണ്ട. ഇത് ചെല്ലപ്പനാണ്. ചെല്ലപ്പനക്ക് അവൻ്റെ ഡാഡി ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്നേഹമുള്ള മോൻ. ഇതുപോലെ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞൂടാ, അത്രയ്ക്ക് സ്നേഹമാണ് അവനക്ക് എല്ലാവരോടും. പക്ഷെ അവൻ്റെ ഡാഡിന്ന് അവനക്ക് ജീവനാട്ടാ. ഞാനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിലും അവൻ ഡാഡി അവനക്ക് ജീവനാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് കിടക്കുക, മാറി മാറി കിടക്കും. ഇതിൽ ഞാൻ എവിടെ കിടക്കാമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങളെ മക്കളും ചാനൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് സബ്സ്ക്രൈബർ കൂടി വരുന്നുണ്ട്. എല്ലാവരും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ വെറുക്കുന്ന ആൾക്കാർക്കും എല്ലാവരും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ മക്കളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കണ്ടാലേ എനിക്ക് എൻ്റെ വീടിൻ്റെ പുറത്തുള്ള മക്കളെല്ലാം എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ടുള്ള സഹായം കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഒപ്പം സപ്പോർട്ട് ചെയ്യണം.